ഷുഗർ രോഗികൾക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കൈക്കും കാലിനും മരവിപ്പ്, പെരുപ്പ്, പുകച്ചിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. ഇതെല്ലാം ഷുഗർ വന്നിട്ട് അത് നമ്മുടെ ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഷുഗർ നിന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണെന്ന്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പല രോഗികൾക്കും ഷുഗർ തുടങ്ങി വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ചില രോഗികൾക്കാണെങ്കിൽ ഷുഗർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളായ പുകച്ചിൽ, പെരുപ്പ്, മരവിപ്പ്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് പോവുക, ചെരുപ്പൊക്കെ കാലിൽ നിന്നറിയാതെ ഊരിപ്പോവുക, ചില ആൾക്കാർക്കൊക്കെ നടക്കുമ്പോൾ നമുക്ക് നിലത്ത് ചവിട്ടുന്നതിന് പകരം പഞ്ഞിയുടെ മുകളിൽ കൂടെ നടക്കുന്ന പോലെ തോന്നുക. ഇങ്ങനെയുള്ള സെൻസേഷൻസ് ഒക്കെയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളായിട്ടായിരിക്കും പലപ്പോഴും രോഗി ആദ്യമായിട്ട് ഒരു ഡോക്ടറെ കാണുന്നത്. ആ സമയത്ത് അവർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പോൾ ഡയബറ്റിസ് വന്ന് തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഞരമ്പിനുണ്ടാകുന്ന ഈ കോംപ്ലിക്കേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കുറേ സങ്കീർണതയിലേക്ക് പോകാൻ സാധിക്കും. ന്യൂറോപ്പതി ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ അത് കാലുകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മുട്ടുവരെ മരവിപ്പ് വരാം. പലപ്പോഴും അത് കാലിലേക്കുള്ള രക്തയോട്ടത്തിനെ ബാധിച്ചിട്ട് അതുപോലെ അത് മുറിവുകൾ ഉണ്ടാവുകയും അൾസർ ഉണ്ടാവുകയും കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ എത്താവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സങ്കീർണതയാണ്. പക്ഷേ നമ്മളിത് ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയും ഡയബറ്റീസിൻ്റെ തുടക്ക സ്റ്റേജിൽ തന്നെ നമുക്ക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. അതെങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നതെന്നല്ലേ? റിവേഴ്സ് ചെയ്യാനായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. ഷുഗർ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഡയറ്റും കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുകയും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷുഗറിൻ്റെ മെഡിസിൻസ് കഴിക്കുകയും ചെയ്തതുകൊണ്ട് ഷുഗർ കുറച്ച് നാളത്തേക്ക് നല്ലപോലെ കൺട്രോൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോപ്പതിയുടെ മെഡിസിൻസ് പോലും എടുക്കാതെ നമുക്ക് ഈ ഒരു ചേഞ്ചസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ആദ്യമേ കാണുന്ന ചേഞ്ചസ്, നെർവ് കണ്ടക്ഷൻ അബ്നോർമൽ ആയിട്ടുള്ള ഒരു നെർവ് കണ്ടക്ഷനെ നമ്മൾ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊരു ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾക്കുണ്ടാകുന്ന ഷുഗറിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ നോർമൽ ലെവലിലേക്ക് റിവേഴ്സ് ചെയ്ത് നമ്മുടെ ഞരമ്പുകളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇതെല്ലാവരും ഒന്ന് മനസ്സിലിരിക്കുക.